നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ സുഖാന്ത് സുരേഷിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. സത്യത്തിൽ നമ്മൾ എല്ലാവരും സംശയത്തോടുകൂടി നോക്കിക്കണ്ടത് ഈ സുഖാന്ത് എവിടെയാണ് ഒളിവിൽ പോയത് എന്നുള്ളതാണ്. സംഭവം നടന്ന 2 മാസം പിന്നിടുമ്പോഴും സുഖാന്തിനെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ടായിരുന്നു. സുഖാന്ത് അടുത്തൊരു സുകുമാരക്കുറിപ്പായി മാറുന്നു എന്നൊരു ചോദ്യം പോലും നമ്മൾ ചോദിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു, കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമായ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സുഖാന്ത് എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ള സംശയവും എന്നുള്ള ചോദ്യവുമൊക്കെയാണ് പുറത്തുവരുന്നത്. രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥയായ യുവതിയെ സുഖാന്ത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തതായും നിരവധി തവണ പണം കൈപ്പറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ആത്മഹത്യക്ക് കാരണം സുഖാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അമ്മാവൻ മോഹനനാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസിലെ 2ാം പ്രതി അമ്മാവൻ മോഹനനാണ്. ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലാണ് ഒളിവിലായിരുന്നപ്പോൾ കഴിഞ്ഞിരുന്നത് എന്നാണ് പ്രതി സുഖാന്ത് പോലീസ് നൽകിയ മൊഴി. ധർമ്മസ്ഥാൻ, മാംഗ്ലൂർ, കൊല്ലൂർ, ഉടുപ്പി, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ കറങ്ങി നടന്നുവെന്നും ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുവെന്നും സുഖാന്തിന്റെ മൊഴിയിൽ വ്യക്തമായി തന്നെ പറയുന്നു. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ സഞ്ചരിച്ചു, ചിലരുടെ ഫോൺ വാങ്ങി ബന്ധുക്കളെ വിളിച്ചുവെന്നും സുഖാന്ത് മൊഴി നൽകി. കേസിലെ പ്രതിയായ സുഖാന്തിനെ റിമാൻഡ് ചെയ്തു. സമൂഹ സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തത് എന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുഖാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത ശേഷം സുഹൃത്തും സഹപ്രവർത്തകയുമായ യുവതിയെ വഞ്ചിച്ച സുഖാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. യുവതിയുമായുള്ള ചാറ്റുകൾ ഇതിന് തെളിവാണ് എന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. മറ്റൊരു വിവാഹം കഴിക്കണമെന്നും ചാവില്ലേ എന്നുമായിരുന്നു ചാറ്റിലെ സുഖാന്തിന്റെ പ്രധാന ചോദ്യം. ചതിക്കപ്പെട്ടതിൽ മനംനൊന്ത യുവതി മരിക്കുമെന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവതി ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ജീവൻ ഒടുക്കിയത്. യുവതിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കിയതിന്റെ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശമ്പളം ഉൾപ്പെടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം യുവതിയിൽ നിന്ന് സുഖാന്ത് കൈക്കലാക്കിയിരുന്നു. ഇതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് സ്ത്രീകളുമായും സുഖാന്തിന് ബന്ധം ഉണ്ടായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടുകൂടിയാണ് ആഴ്ചകളോളം ഒളിവിലായിരുന്ന സുഖാന്ത് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. യുവതിയെ പീഡിപ്പിച്ച സ്ഥലത്ത് ഉൾപ്പെടെ തെളിവെടുക്കാൻ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യം. സുഖാന്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് അമ്മാവൻ മോഹനനെ 2ാം പ്രതിയാക്കിയിട്ടുമുണ്ട്. പ്രതിയായതോടുകൂടി ഇയാളെ IBയിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചാക്ക പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഇയാളുടെ സുഖാന്തിന്റെ ബന്ധുക്കളും ഒക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന സുഖാന്തിന്റെ മാസ്ക് അഴിച്ചു മാറ്റാനായി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ മാസ്ക് അഴിച്ചു മാറ്റി ഇയാളുടെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്ത് കണ്ടിട്ടാണ് ഇവനെയൊക്കെ നോക്കാൻ പോയതെന്നടക്കമുള്ള രീതിയിൽ ആക്രോശിച്ചുകൊണ്ടൊക്കെ തന്നെ നിരവധി ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, നിനക്കും പോയി ചത്തൂടേടാ എന്ന ചോദ്യവും ഒക്കെ തന്നെ ആൾക്കൂട്ടത്തിന്റെ നിന്നും ഉയർന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സുഖാന്ത് ഇപ്പോൾ ഒളിവിൽ കഴിഞ്ഞ ഒളിയിടം എവിടെയാണ് എന്ന് വ്യക്തമാവുകയാണ്. അത് കൂടുതലായി ആ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം തെമ്മാടിത്തരം കാണിച്ചിട്ട് പോയി ഒളിക്കാനുള്ള ഇടമായി ക്ഷേത്രങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. കേരള പോലീസ് ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എപ്പോഴേ ഈ പറയുന്ന സുഖാന്തിനെ പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. CCTV ക്യാമറകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന അമ്മാവനൊക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നതാണ്. എന്തുകൊണ്ട് പോലീസ് അപ്പോൾ ഈ ബന്ധുക്കളുടെ ഒക്കെ തന്നെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്തില്ല എന്ന് ചോദ്യമുണ്ട്. എന്നാൽ പോലീസ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഈ മൊബൈൽ നമ്പർ ഒക്കെ തന്നെ ട്രാക്ക് ചെയ്തിരുന്നു എന്നതാണ്. എറണാകുളത്തെ ഒരു അമ്മാവന്റെ മകനെ സംശയനിഴലിൽ നിർത്തിയിരുന്നു. അതേ അമ്മാവൻ തന്നെയാണ് ഇപ്പോൾ സുഖാന്തിനെ സഹായിച്ചത് എന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ സഹായിച്ചത് എന്നുള്ള കാര്യമാണ് വരുന്നത്. എന്തായാലും സുഖാന്ത് 1ാം പ്രതിയും സുഖാന്തിന്റെ അമ്മാവൻ 2ാം പ്രതിയുമായി മാറുകയാണ് ഈ കേസിൽ. എന്തായാലും ടെലഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ നിരവധി ഡിജിറ്റൽ തെളിവുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീ പോയി ചാവടി, എപ്പോൾ ചാവും എന്നീ സന്ദേശങ്ങളും ചാറ്റിലുണ്ട്. IB ഉദ്യോഗസ്ഥയുടെ 6 മാസത്തെ ശമ്പളം സുഖാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനുള്ള ബാങ്ക് രേഖകളും ലഭ്യമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുഖാന്ത് IAS കോച്ചിംഗ് നടത്തുന്നതിനിടയിലും മറ്റൊരു യുവതിയെ വിവാഹം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്തതായും ജയ്പൂരിൽ വെച്ചാണ് ഇവ സംഭവിച്ചത് എന്നും രേഖകളുണ്ട്. പ്രതി മറ്റു യുവതികളെയും തിരുവനന്തപുരത്തും ചെന്നൈയിലും അപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഖാന്ത് മൂലമാണ് എന്ന ഡോക്ടറുടെ മൊഴിയും റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടുകൂടി കഴിഞ്ഞ ദിവസമാണ് മുൻ IB ഉദ്യോഗസ്ഥൻ സുഖാന്ത് സുരേഷ് കൊച്ചിയിൽ കീഴടങ്ങിയത്. ജാമ്യം അനുവദിച്ച
പരിശോധിച്ചാൽ കേസിലെ ഗുരുതരമായ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ ഒടുവിലാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഇന്നലെ രാവിലെയാണ് തിരുവനന്തപുരം പേട്ട പോലീസിന് പ്രതിയെ കൈമാറിയത്. തുടർന്ന് വഞ്ചിയൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കേസിൽ വിശദമായി ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് പോലീസ്. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. 2 മാസത്തോളം ഒളിവിലിരുന്ന സുഗാന്തിനെ പിടികൂടാതിരുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ ഉന്നയിച്ചത്. കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IBU ഓഫീസറായ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ മരണത്തിൽ സുഗാന്തിന് പങ്കുണ്ട് എന്ന വിവരം പുറത്തുവരികയായിരുന്നു.